നമസ്കാരം. രാജ്യം മുഴുവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിർണായകമായ 3 ഘട്ടങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രചരണ തന്ത്രം പോലും BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് രാജ്യം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ മാധ്യമങ്ങളും അത്തരത്തിലുള്ള കാഴ്ചകളാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെന്നാൽ പുതിയ ഈ MP-മാരെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ MP-മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി താൽക്കാലിക റിസപ്ഷൻ ഹാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ദില്ലിയിലെത്തുമ്പോൾ റോഡ് മാർഗമോ റെയിൽ മാർഗമോ അല്ലെങ്കിൽ വിമാന മാർഗമോ ഒക്കെ ആണെങ്കിലും അവരുടെ ടീമുകൾ അവരെ നിയുക്ത സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചുകൊണ്ട് പോവുകയും ഈ പാർലമെന്റ് മന്ദിരത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ രജിസ്ട്രേഷനുകൾ, സ്മാർട്ട് കാർഡുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. താൽക്കാലിക താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം. വിമാനത്താവളത്തിലെ ടെർമിനലുകളിലും റെയിൽവേ സ്റ്റേഷനുകളും ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ റിസപ്ഷൻ ഡെസ്കുകൾ കൂടി സ്ഥാപിക്കുന്നുണ്ട്. MP-മാരുമായി പ്രത്യേകിച്ചും ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന MP-മാർക്ക് മികച്ച ഭാഷയിൽ അവർക്ക് കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത രീതിയിൽ ദേശീയ ഭാഷകളിലും അതിനോടൊപ്പം തന്നെ തദ്ദേശീയ ഭാഷകളിലുമൊക്കെ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിക്കുന്നുണ്ട് എന്നാണ് HT റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ MP-മാർക്ക് ഭവന നിർമ്മാണത്തിന് പുറമെ പുതിയ ഫോൺ കണക്ഷനുകൾ, അതിനോടൊപ്പം വാഹനങ്ങൾക്ക് ഫാസ്ടാഗ്, പുതിയ പാർലമെന്റ് കെട്ടിടത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള സ്മാർട്ട് ഐഡന്റിറ്റി കാർഡുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് ശാഖയിൽ പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയൊക്കെ സജ്ജീകരിക്കുന്നതിനുള്ള വലിയ തയ്യാറെടുപ്പുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കായിരിക്കും ഇനി പുതിയ ഭരണകൂടം എത്താൻ പോകുന്നത്. അവിടെ ആയിരിക്കും രാജ്യത്തിന്റെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കാൻ പോകുന്നത്. ചെങ്കോലടക്കം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് പ്രവേശിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ വളരെയധികം വിമർശന ബുദ്ധിയോടെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും അതിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തായാലും പുതിയ MP-മാരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ അവരെ ആനയിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പാർലമെന്റ് മന്ദിരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.